ലാ തുദബ്ബിറു ലക അംറാ ഫഔല തദ്ബീരി ഹൽകാ സല്ലിമിൽ അംറ തജിദുനാ നഹ്നു ഔലാ ബിക മിൻകാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ വഴിയിലേക്ക് വരികയും നമ്മുടെ കുബുദ്ധിയും കുതന്ത്രങ്ങളും മാറ്റിവെക്കുകയും നേർമയായ തെളിമയായ ചിന്തയോടെ അല്ലാഹുവിനെ സമീപിക്കുകയും ചെയ്താൽ നിനക്ക് സംരക്ഷകനായി ഞാനുണ്ട്. സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലം റംല യുദ്ധം നടക്കുമ്പോ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി കുരിശ് യോദ്ധാക്കളായ ആളുകൾ നിരപരാധികളായ മുസ്ലിമീങ്ങളെ അറുകൊല ചെയ്തപ്പോൾ സലാഹുദ്ദീൻ അയ്യൂബി എന്ത് ചെയ്തു? ബന്ദികളായ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും നല്ല സുഖകരമായ ക്യാമ്പുകളിൽ കൊണ്ടുപോയി പാർപ്പിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് വിട്ടയച്ച ആളാണ് സലാഹുദ്ദീൻ അയ്യൂബി. നമ്മുടെ മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ ഒരു പ്രഭാഷണം കേൾക്കുന്നുണ്ട്. അദ്ദേഹം സലാഹുദ്ദീൻ അയ്യൂബിയുടെ സലഡിൻ എന്നാ പറയാ. സലഡിൻ അതാണ് സലാഹുദ്ദീൻ. ഇംഗ്ലീഷുകാര് സലാഹുദ്ദീൻ എന്ന് പറയാൻ കിട്ടേണ്ട സലഡിൻ എന്ന് പറഞ്ഞതാ. അതാണ് സലഡിൻ അയ്യൂബി, സലാഹുദ്ദീൻ അയ്യൂബി. സലാഹുദ്ദീൻ അയ്യൂബി ചെയ്ത നന്മകൾ എന്തൊക്കെയാണ്? നിഷ്പക്ഷമായി ഒന്ന് വായിച്ചു നോക്കൂ. ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കരുത്. ഇസ്ലാം മനോഹരമാണ്, അതിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരാൾ തെറ്റിദ്ധരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഒരു അടിമയുണ്ടായിരുന്നു, സറാസങ്കർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സറാസങ്കർ അദ്ദേഹം ഒരടിമയായിരുന്നു. അന്ന് വഖഅത്തുർ-റംല് അല്ലെങ്കിൽ ഹിത്വീൻ എന്ന് പറയുന്ന ക്രൂസൈഡുമായി ബന്ധപ്പെട്ട പോരാട്ടം ഫലസ്തീനിൽ നടക്കുമ്പോ സറാസങ്കറിനെ പിടിച്ചുകെട്ടാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഈ യോദ്ധാവിന്റെ പിന്നാലെ കൂടി നടന്നൊരു സംഭവമുണ്ട്. ബഹാഉദ്ദീൻ ഇബ്നു ഷദ്ദാദ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമുണ്ട് സീറത്തു സലാഹുദ്ദീൻ അയ്യൂബി. ആ ഗ്രന്ഥത്തിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. സറാസങ്കറിന്റെ പിന്നാലെ ആളുകൾ ഓടുന്നു, സറാസങ്കറിനെ പിടിച്ചു. മഹാനവറുകൾ ശത്രുപക്ഷത്തിന് ഒരുപാട് തിരിച്ചടി നൽകിയിട്ടുണ്ട്. അതിനു പകരം സറാസങ്കറിനെ ജീവനോടെ കഴുത്തറുത്തു കൊല്ലാൻ തീരുമാനിച്ച് മഹാനായ സറാസങ്കർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുടിക്ക് പിടിച്ച് ദാ വെട്ടിക്കോളൂ കഴുത്ത് എന്ന് പറഞ്ഞ് അടുത്ത യോദ്ധാവിന് മഹാന്റെ മുടി പിടിച്ച് കഴുത്ത് കാണിച്ചു കൊടുത്തപ്പോ വെട്ടിയവൻ ഈ കൈ പിടിച്ചവന്റെ കൈയാണ് വെട്ടിയത്. അതിൽ പേടിച്ചുപോയി. വെട്ടിയതും ഓങ്ങിയതും ലക്ഷ്യം വെച്ചതും സറാസങ്കറിന്റെ കഴുത്താണ്. പക്ഷേ ആ വാളിന്റെ മുനയെ അള്ളാഹു മഹാന്റെ മുടി പിടിച്ച ആളിന്റെ കയ്യിലേക്ക് മാറ്റിക്കൊടുത്തു. അവിടം വെച്ച് ഇവർ ഓടിയെന്നാണ്. ഓടിയവരെ പറഞ്ഞു, ഇവിടെ എന്തോ അദൃശ്യ ശക്തിയുണ്ട്, ഇദ്ദേഹത്തെ തൊടാൻ പറ്റുന്നില്ല, ഇദ്ദേഹത്തെ തൊടുന്നവർക്ക് അപകടം സംഭവിക്കുന്നു. അങ്ങനെ അവർക്കിടയിൽ നിന്ന് സുരക്ഷിതനായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി യുദ്ധക്കളത്തിൽ നിന്ന് കയറിപ്പോന്ന സലാഹുദ്ദീൻ അയ്യൂബിയുടെ അടിമയുണ്ട് സറാസങ്കർ റഹ്മത്തുള്ളാഹി അലൈഹി. എന്തേന്നറിയോ? പാതിരാവുകളിൽ തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന മഹാനാണ്. അള്ളാഹുവിന് വേണ്ടി ഖിയാമുൽ ലൈൽ പാതിരാവുകളിൽ പടച്ചതമ്പുരാന് വേണ്ടി സുജൂദിൽ കിടന്നിരുന്ന ഒരാളെ അള്ളാഹു സംരക്ഷിച്ച് പടച്ചതമ്പുരാൻ കാവൽ കൊടുത്ത അനുഭവം സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. മഹാനായ സറാസങ്കർ റഹ്മത്തുള്ളാഹി അലൈഹി. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.